കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സീക്വൻസ് ഡിഫൈൻ ചെയ്തു, സീക്വൻസിന്റെ കൺവേർജൻസ് അല്ലെങ്കിൽ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത് എപ്പോഴാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട തിയറംസ് ആണ്. അതിനു മുമ്പ് ഒന്നുകൂടെ എപ്പോഴാണ് ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യാന്നുള്ളത് നോക്കുക. xn be a sequence of real numbers, അത് എക്സിലോട്ട് കൺവേർജ് ചെയ്യുമെന്ന് പറയും. സീക്വൻസിന്റെ ടേംസ് ഒക്കെ ഇങ്ങനെ പോകുന്നു. എക്സ് എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്, x1 x2 ഇങ്ങനെ 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 പോയി എക്സിലോട്ട് അപ്രോച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists natural number k of epsilon such that modulus of xn minus x is less than epsilon for all n greater than or equal to k of epsilon. അതായത് ഇങ്ങനെ പോയിട്ട് ഏത് എപ്സിലോൺ പോസിറ്റീവ് എടുത്താലും, എത്ര തന്നെ ചെറിയ പോസിറ്റീവ് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും എക്സനും എക്സും ആയിട്ടുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കും ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഏതോ ഒരു കെ ഉണ്ട്, കെയുടെ എക്സ് കെ തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ ടേംസ് ഓഫ് ദ സീക്വൻസും ഈ എക്സിന്റെ എപ്സിലോണിന്റെ ബോർഡിൽ കിടക്കും. അല്ലെങ്കിൽ എക്സും ആ ടേംസും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഏതിനേക്കാൾ ചെറുതായിരിക്കണം, എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കണം. അപ്പോഴേ നമ്മൾ എക്സനുകൾ കൺവേർജസ് ടു എക്സ് എന്ന് പറയും. അപ്പൊ ഇനി തിയറംസിലോട്ട് പോകും. 3.2 ഫസ്റ്റ് തിയറം, a sequence in R can have at most one limit. ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സിന് മാക്സിമം ഒരു ലിമിറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ഒന്നിൽ കൂടുതൽ ലിമിറ്റ് ഉണ്ടാവാൻ പറ്റില്ല. ലിമിറ്റ് if it exists it is unique. നമ്മൾ എപ്പോഴും യുണീക്നെസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യാം. അഥവാ രണ്ടുപേരുണ്ടെങ്കിൽ എന്ന് സപ്പോസ് ചെയ്യും, അവസാനം ഒരു കോൺട്രഡിക്ഷനിൽ വന്നു ചെയ്യും. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെ ചെയ്യാണ് പ്രൂഫ്. Let x is equal to xn be a sequence of real numbers. നമ്മൾ ആദ്യം സീക്വൻസ് എടുക്കുകയാണ്. If possible, suppose that xn converges to x and y. രണ്ട് ലിമിറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. Then for epsilon greater than 0, നമ്മൾ epsilon greater than 0 എന്ന് എടുക്കുകയാണ്. xn converges to x implies there exists ഒരു natural number k1 belongs to n such that modulus of xn minus x is less than epsilon for all n greater than or equal to k1. ഇതേപോലെ xn converges to y implies there exists k2 belongs to n such that modulus of xn minus y is less than epsilon for all n greater than or equal to k2. ഏത് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും എക്സൻ എക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ k1 കിട്ടും. k1നേക്കാൾ വലിയ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ. അതേപോലെ തന്നെ നമുക്കൊരു k2 എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പർ കിട്ടും ഫോർ ദ സെയിം എപ്സിലോൺ. k2നേക്കാൾ വലിയ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? k1നേക്കാൾ വലിയ നാച്ചുറൽ നമ്പേഴ്സിന് ഇത് സാറ്റിസ്ഫൈ ചെയ്യും, k2നേക്കാൾ വലിയ നാച്ചുറൽ നമ്പേഴ്സിന് ഇത് സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ k1ലും k2ലും വലുതാരാണോ അതിനേക്കാൾ വലിയ നാച്ചുറൽ നമ്പേഴ്സിനൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ എടുക്കുകയാണ്. ലെറ്റ് k is equal to maximum of k1, k2. എന്തിനാന്ന് വെച്ചാൽ ഈ k-നേക്കാൾ വലിയ നാച്ചുറൽ നമ്പേഴ്സിന് ഇപ്പോ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ. Then modulus of x minus y is equal to, അപ്പൊ ഞാൻ x minus y യുടെ മോഡുലസ് എടുക്കുകയാണ്. മോഡുലസ് ഓഫ് x minus y is equal to മോഡുലസ് ഓഫ് x minus xn plus xn minus y. ഒരു xn ആഡ് ചെയ്തു, മൈനസ് ചെയ്തു. ഇനി
മോഡുലസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇത് എയും ഇത് ബി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ പ്ലസ് മോഡുലസ് ഓഫ് ബി എന്ന് എഴുതാം. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് എൻ പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് വൈ. ഇനി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണ് ഫോർ ഓൾ ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1. ഇത് ലെസ് ദാൻ ഇവിടെ എക്സ് മൈനസ് എക്സ് എന്റെ മോഡുലസും എക്സ് എൻ മൈനസ് എക്സിന്റെ മോഡുലസും രണ്ടും സെയിം ആണ്. അപ്പൊ ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാം, ഇതും ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാം. പക്ഷെ ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാവുന്ന ഫോർ ഓൾ ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 ആണ്. ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാവുന്ന ഫോർ ഓൾ ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k2 ആ. അപ്പൊ ഇത് രണ്ടും കൂടെ എഴുതാവുന്നത് ഫോർ ഓൾ ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആണ്. സോ ഫോർ ഓൾ ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ഇതിനെ നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാം, പ്ലസ് ഇതിനെ ലെസ് ദാൻ എഴുതാം എപ്സിലോൺ എന്ന് എഴുതാം. പക്ഷെ ഞാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് എഴുതുന്നു. എപ്സിലോൺ പോസിറ്റീവ് ആണെങ്കിൽ എപ്സിലോൺ ബൈ 2 പോസിറ്റീവ് ആണ്. ആ എപ്സിലോൺ ബൈ 2 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ k1 കിട്ടും. ഫോർ ഓൾ ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. അതുപോലെ ഇവിടെയും എപ്സിലോൺ ബൈ 2 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ k2 കിട്ടും വിത്ത് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് വൈ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 ലെസ് ദാൻ എപ്സിലോൺ. ഇപ്പൊ കിട്ടിയിരിക്കുന്നതാണ് therefore modulus of x minus y is less than epsilon for all n greater than or equal to k. epsilon arbitrary ആണ്. epsilon എത്ര വേണമെങ്കിൽ ചെറുതാവും. അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു പോസിബിലിറ്റി മോഡുലസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പൊ ഏത് പോസിറ്റീവ് നമ്പറിനേക്കാളും ചെറുതാണ് ഇത് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു പോസിബിലിറ്റി അതെന്തായേ മതിയാവുള്ളൂ, 0 ആയേ മതിയാവുള്ളൂ. മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ 0 ആവുന്നത് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആകുമ്പോഴാണ്. സോ എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആൻഡ് വൈ വരുന്ന സമയത്ത് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. therefore limit is unique. so uniqueness important ആണ്. ഈ പ്രൊസീജിയർ അതായത് ഈ പ്രൂഫ് ചെയ്തിരിക്കുന്ന മെത്തേഡ് നമുക്ക് ഇനിയും കുറെ പ്രോബ്ലത്തിൽ ആവശ്യമുണ്ട്. രണ്ടാമത്തെ if x is equal to xn is convergent sequence of real numbers. അപ്പോൾ xn കൺവേർജന്റ് ആണ് ഓർക്കുക. അപ്പോൾ ഏത് എപ്സിലോൺ പോസിറ്റീവ് ആയാലും ഒരു നാച്ചുറൽ നമ്പർ കിട്ടും എക്സെട്ര എക്സെട്ര. if xn greater than or equal to 0 അതായത് xn are non negative real numbers സീക്വൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് then x is equal to limit of xn. അപ്പോൾ ഒരിക്കലും ലിമിറ്റും എന്താവാൻ പറ്റില്ല, നെഗറ്റീവ് വരാൻ പറ്റില്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പോസിറ്റീവ് ഓർ 0 ആയിട്ട് വരാവുന്ന ഒരു സീക്വൻസ് എടുത്ത് കഴിഞ്ഞാൽ ലിമിറ്റ് എന്ത് തന്നെയായിരിക്കണം, പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഒരിക്കലും ഏതിലോട്ട് പോവില്ല, നെഗറ്റീവിലോട്ട് പോവില്ല. അഗൈൻ പ്രൂഫ് നമ്മൾ ചെയ്യുന്നത് സെയിം മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ്. ഇഫ് പോസിബിൾ സപ്പോസ് ദാറ്റ് x is less than 0. So x less than 0 ആണെന്ന് വിചാരിക്കും. Then minus x is greater than 0. മൈനസ് എക്സ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമ്മളിത് എല്ലാം പോസിറ്റീവ് ടേംസ് ആയതുകൊണ്ട് ലിമിറ്റ് പോസിറ്റീവ് ഓർ 0. അപ്പൊ നെഗറ്റീവ് ആവാന്ന് പറഞ്ഞാലും വലിയ നെഗറ്റീവ് എന്നുള്ളൊരു ഒരിക്കലും അതിനൊരു സാധ്യതയില്ല. അപ്പൊ ജസ്റ്റ് നെഗറ്റീവ് ആയാലോ എന്നുള്ളതാണ് സംശയം. അങ്ങനെ വരുമ്പോൾ മൈനസ് എക്സ് എന്തായി, ജസ്റ്റ് പോസിറ്റീവ് ആയി. Now take epsilon is equal to minus x. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പോസിറ്റീവ് ക്വാണ്ടിറ്റി. നമുക്ക് ഇപ്പോൾ ചെറിയൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കിട്ടിയത് മൈനസ് എക്സ്, അതിനെ ഞാൻ ഏതെടുക്കുകയാണ് എപ്സിലോൺ. അപ്പൊ ഏത് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും എക്സ് എൻ കൺവേർജന്റ് ആണ്, കൺവേർജസ് ടു എക്സ് ആണ്. അപ്പൊ ഏത് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ കെ കിട്ടും, എക്സെട്ര എക്സെട്ര ഒക്കെ ഉണ്ട്. അപ്പൊ കറസ്പോണ്ടിങ് ടു ഈ എപ്സിലോണിനും നമുക്ക് എന്ത് കിട്ടണം, ഒരു നാച്ചുറൽ നമ്പർ കിട്ടണം. Since xn converges to x, there exists k belongs to n such that modulus of xn minus x is less than epsilon for all n greater than or equal to k. So that implies modulus na property അനുസരിച്ച് minus epsilon less than xn minus x less than epsilon. മൊത്തമായിട്ട് x ആഡ് ചെയ്ത് കഴിഞ്ഞാൽ that implies x minus epsilon less than xn less than x plus epsilon. This is for all n greater than or equal to k, for all n greater than or equal to k.
Now what is x plus epsilon? നമ്മൾ എടുത്തിരിക്കുന്ന epsilon എന്ന് പറയുന്നത് ഏതാണ്? മൈനസ് എക്സ് ആണ്. സോ epsilon is equal to minus x എന്ന് പറയുമ്പോൾ implies 2x is less than xn is less than 0 for all n greater than or equal to k. അത് കോൺട്രഡിക്ഷൻ. എന്താ എവിടെയാ കോൺട്രഡിക്ഷൻ വരുന്നത്? xn less than 0 means xn നെഗറ്റീവ് ആയില്ലേ? This contradicts xn greater than or equal to 0. Contradiction xn greater than or equal to 0. Therefore, assumption is wrong. എന്താണ് assumption? x നെഗറ്റീവ് ആണ്. അത് wrong ആണെന്ന് പറഞ്ഞാൽ x is greater than or equal to 0. ഇതായിരുന്നു നമുക്ക് പ്രൂഫ് വേണ്ടിയിരുന്ന ലിമിറ്റ് ഓഫ് x അതായത് x is non negative. മൂന്നാമത്തെ തിയറം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കൺവേർജന്റ് implies bounded. ഒരു സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ അത് എന്തായാലും ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ ആദ്യം ബൗണ്ടഡ് സീക്വൻസ് എന്താണെന്നുള്ളത് നോക്കാം. സീക്വൻസ് xn of real numbers is said to be bounded if there exists a real number m such that modulus of xn is less than or equal to m for all n belongs to m. അതായത് ആ സീക്വൻസിലെ ടേംസിന്റെ മോഡുലസ് ഒക്കെയും ഒരു പർട്ടിക്കുലർ നമ്പറിനേക്കാൾ ചെറുതാണെങ്കിൽ ഇറ്റ് ഈസ് ബൗണ്ടഡ്. അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ബൗണ്ടഡ് എബോവ് എന്ന് പറയും. നമുക്കൊരു നമ്പർ ക്യാപിറ്റൽ എം കിട്ടണം വിത്ത് ഓൾ ദ ടേംസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം. അതിന് ബൗണ്ടഡ് ബിലോ എന്ന് പറയും. ആ സീക്വൻസിന്റെ ടേംസ് ഒക്കെയും ഒരു സ്മോൾ എമ്മിനേക്കാൾ വലുതാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോഴേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? ബൗണ്ടഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒറ്റയടിക്ക് പറയുന്നു സീക്വൻസ് ഇസ് സെഡ് ടു ബി ബൗണ്ടഡ് ഇഫ് there is a real number m. റിയൽ നമ്പർ m ഉണ്ടാവണം. എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? സീക്വൻസിലെ ടേംസിന്റെ മോഡുലസ് ഒരു പർട്ടിക്കുലർ ആ എമ്മിനേക്കാൾ ചെറുതോ ഈക്വലോ ആവുന്ന രീതി. ബൗണ്ടഡ് സീക്വൻസുകൾ -1 ഓൾവേസ് ഇസ് ബൗണ്ടഡ്. കോൺസ്റ്റന്റ് സീക്വൻസുകളൊക്കെ ബൗണ്ടഡ് ആണ്. 1/n is bounded കാരണം അതിന്റെ ടേംസ് ഒക്കെയും ഒന്ന് പോസിറ്റീവ് ആണ്, 1നേക്കാൾ ചെറുതോ ഈക്വലോ ആണ്. അപ്പൊ അപ്പർ ബൗണ്ട് ഉണ്ട്, ലോവർ ബൗണ്ട് ഉണ്ട്. അല്ലെങ്കിൽ സീക്വൻസിലെ ടേംസ് ഒക്കെ റിയൽ നമ്പേഴ്സ് ഇല്ല, ഒരു സെറ്റ് അല്ലേ, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇല്ല. സെറ്റ് ബൗണ്ടഡ് ആവുന്നത്, ബൗണ്ടഡ് എബോവ് ആവുന്നത്, ബൗണ്ടഡ് ബിലോ ആവുന്നത് രണ്ടും കൂടെ വരുമ്പോൾ നമ്മൾ ബൗണ്ടഡ് എന്ന് പറയുന്നത് പറഞ്ഞു. പക്ഷെ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഇസ് നോട്ട് ബൗണ്ടഡ്. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഇസ് നോട്ട് ബൗണ്ടഡ് എബോവ്. അതുകൊണ്ട് തന്നെ അതിന് എന്തെന്ന് പറയാൻ പറ്റില്ല? ബൗണ്ടഡ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ പറയാൻ പോകുന്നതാണ് കൺവേർജന്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആണ്. അപ്പൊ നേരെ തിരിച്ചോ, ബൗണ്ടഡ് അല്ലെങ്കിൽ കൺവേർജന്റും അല്ല. അപ്പൊ കൺവേർജന്റ് അല്ല എന്ന് പറയണമെങ്കിൽ എന്തല്ല എന്ന് പറഞ്ഞാലും മതി, ബൗണ്ടഡ് അല്ല എന്ന് പറഞ്ഞാലും മതി. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ 1 2 3 എക്സെട്ര ഇസ് നോട്ട് ബൗണ്ടഡ്. അപ്പൊ അതുകൊണ്ട് അത് എന്താവാൻ ചാൻസ് ഇല്ല, കൺവേർജന്റ് ആവാൻ ചാൻസ് ഇല്ല. ഇനി ഇതിന്റെ പ്രൂഫ് നോക്കി. പ്രൂഫ് വളരെ ഇമ്പോർട്ടന്റ് ആ ചെയ്യുന്ന മെത്തേഡ് ഇനിയും നമ്മൾ ഉപയോഗിക്കും. പ്രൂഫ് നോക്കാം. assumption that x is equal to xn be a sequence of convergent sequence of real numbers and converges to x. അപ്പോൾ x ആണ് അതിന്റെ ലിമിറ്റ്. അപ്പൊ ഏത് എപ്സിലോൺ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാലും there is a natural number k etc. ആ കാര്യങ്ങൾ അറിയാം. അങ്ങനെയാകുമ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നു take epsilon is equal to 1. Then there exists k belongs to n such that modulus of xn minus x is less than epsilon number 1 എന്നല്ലേ എടുത്ത് for all n greater than or equal to k. നമുക്കിവിടെ വേണ്ടത് modulus of xn less than a particular number എന്ന് കിട്ടും. അപ്പോഴല്ലേ ബൗണ്ടഡ് എന്ന് പറയുള്ളൂ. അപ്പൊ ഇതിന്റെ അർത്ഥം എനിക്ക് modulus of xn-ലോട്ട് പോകണം. അതിന് ഞാൻ എഴുതുന്നു modulus of xn is equal to modulus of xn minus x plus x. അപ്പോൾ ഒരു x ആഡ് ചെയ്തു, x മൈനസ് ചെയ്തു. കാരണം എനിക്ക് ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. Modulus the property അനുസരിച്ച് this is less than or equal to modulus of xn minus x plus mod x. ഇത് a, ഇത് b. So modulus of a plus b is less than or equal to mod a plus mod b. And that is less than, ഇത് less than 1 ആണ് for all n greater than or equal to k. So plus mod x for all n greater than or equal to k.
അപ്പൊ നിങ്ങൾ നോക്കൂ, നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ എ പെർട്ടിക്കുലർ നമ്പർ എന്നാണ് വേണ്ടത്. ഇവിടെ എക്സ് ഒരു നമ്പർ ആണ്, 1 പ്ലസ് മോഡ് എക്സിനേക്കാൾ ചെറുതാണ്. പക്ഷെ ശ്രദ്ധിക്കണം, എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും എല്ലാ ടേംസും ഒരു പെർട്ടിക്കുലർ നമ്പറിനേക്കാൾ ചെറുതാവുന്നവരുണ്ട്. പക്ഷെ ഇവിടെ കിട്ടിയിരിക്കുന്നത് മോഡുലസ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ 1 പ്ലസ് മോഡ് എക്സ്. ഇത് കറക്റ്റ് ആണ്. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥം മോഡുലസ് ഓഫ് എക്സ് കെ ഇതിനേക്കാൾ ചെറുതാണ്, മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1 ഇതിനേക്കാൾ ചെറുതാണ്, മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 2 ഇതിനേക്കാൾ ചെറുതാണ്. അപ്പൊ അവിടുന്ന് അങ്ങോട്ടുള്ള ടേംസ് ഒക്കെ, ഇവിടുന്ന് അങ്ങോട്ടുള്ള ടേംസ് x1 x2 ഇങ്ങനെ പോയിട്ട് xk തൊട്ടിട്ട് അങ്ങോട്ടുള്ള ടേംസ് ഒക്കെയും 1 പ്ലസ് മോഡ് എക്സിനേക്കാൾ ചെറുതാണ്. അപ്പൊ ഇവരൊക്കെയോ അവര് ഈ പറഞ്ഞ 1 പ്ലസ് മോഡ് എക്സിനേക്കാൾ വലുതായിക്കൂടെ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ എടുക്കുന്നു, ടേക്ക് m is equal to maximum of modulus of x1 modulus of x2 ഇങ്ങനെ പോയിട്ട് modulus of xk minus 1 and 1 plus mod x. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കുക. xk തൊട്ടുള്ള അങ്ങോട്ടുള്ള ആൾക്കാരൊക്കെ ഇതിനേക്കാൾ ചെറുതാണ്. പിന്നെ അവിടുന്ന് ബാക്കോട്ടുള്ള ആളുകളുടെ ഒക്കെയും മോഡൽസ്, ഇവരുടെ ഒക്കെ മാക്സിമം വാല്യൂ ആണ് m. അങ്ങനെ വരുമ്പോ മോഡുലസ് ഓഫ് x1 m-നേക്കാൾ ചെറുതാണ്, മോഡുലസ് ഓഫ് x2 m-നേക്കാൾ ചെറുതാണ്, മോഡുലസ് ഓഫ് xk minus 1 m-നേക്കാൾ ചെറുതോ ഈക്വലോ ആണ്. xk plus 1 xk plus 2 എല്ലാവരും ഏതിനേക്കാൾ ചെറുതാ? ഇതിനേക്കാൾ ചെറുതല്ലേ? അപ്പൊ ഇതിനേക്കാൾ ചെറുതാണെങ്കിൽ ഈ ടോട്ടലിന്റെ മാക്സിമം ആണ് m. അപ്പൊ അവര് എല്ലാവരും ഏതിനേക്കാൾ ചെറുതായി? m-നേക്കാൾ ചെറുതായി. അപ്പൊ ഈ ആളുകൾ m-നേക്കാൾ ചെറുതാണ്, അവിടുന്ന് അങ്ങോട്ടുള്ള ആളുകളുടെ മോഡുലസും ഏതിനേക്കാൾ ചെറുതാണ്? m-നേക്കാൾ ചെറുതാണ്. അപ്പൊ എല്ലാ എക്സനുകളും ഏതിനേക്കാൾ ചെറുതായി? Therefore, xn is bounded. ഇത് മാമുക്കോയ ഏതൊരു ഫിലിമില് കീലേരി അച്ചു എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടല്ലോ, അതേപോലെയാണ് കേസ്. ആ നാടിനെ വർപ്പിക്കുന്ന ഗുണ്ടയാണ്. കീലേരി അച്ചു ചോദിക്കുന്ന ഡയലോഗ് ഉണ്ട്, ആരുണ്ടടാ എന്നെ വെല്ലാൻ? അപ്പൊ ജയറാം എതിർത്ത് നോക്കുമ്പോൾ ജയറാമിനും കൂടി ചേർത്ത് വെച്ചിട്ട് പറയുന്നുണ്ട്, ആരുണ്ടടാ ഞങ്ങളെ വെല്ലാൻ എന്ന് ചോദിക്കുന്ന രീതിയാണ്. അതായത് ഈ 1 പ്ലസ് മോഡേക്കാൾ ചെറുതാണ് എക്സെന്റുകളുടെ മോഡുലസ് എപ്പോ തൊട്ട് അങ്ങോട്ട്? xk തൊട്ട് അങ്ങോട്ടൊക്കെ. അപ്പൊ xkന്റെ താഴേക്കുള്ള x1 x2 xk minus 1 വരെയുള്ള ആൾക്കാരുടെ കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. അതുകൊണ്ട് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ ചേർത്ത് വെച്ചു ഇതിന്റെ കൂടെ 1 പ്ലസ് മോഡൽസിന്റെ. ഇവരുടെ ഏറ്റവും വലുത് ഏതൊന്നും എടുത്തു പോയാൽ അങ്ങനെ വരുമ്പോ എല്ലാ ആൾക്കാരുടെയും മോഡുലസ്, എല്ലാ ടേംസിന്റെയും മോഡുലസ് ഏതിനേക്കാൾ ചെറുതാവും? m-നേക്കാളും ചെറുതാവും. സോ മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിത് ഇനിയും കോഷി സീക്വൻസിന്റെ കേസിലൊക്കെയും ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത തിയറം, let xn be a sequence of real numbers and let x belongs to R. അപ്പോൾ തിയറം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. xn സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്, അതിന്റെ ലിമിറ്റ് ആണ് x എന്ന് പറഞ്ഞിട്ടില്ല. an be a sequence of positive real numbers. പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആകുമ്പോൾ അതിന്റെ ലിമിറ്റും ഉണ്ടെങ്കിൽ ലിമിറ്റ് വിത്ത് x is പോസിറ്റീവ് ഓർ 0 വരെ. വിത്ത് ലിമിറ്റ് ഓഫ് an 0. ഇവിടെ a-നുള്ള ലിമിറ്റ് ഏതാണ്? 0 ആണ്. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് ആണ് കുറഞ്ഞു ഇതിലോട്ട് പോകുന്നു, 0 പോകുന്നു. And if for some c greater than 0 and m belongs to n, we have ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മോഡുലസ് ഓഫ് xn minus x is less than or equal to c times an എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഫോർ ഓൾ n greater than or equal to m. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഓഫ് x n ഏത് തന്നെയായിരിക്കും? x ആയിരിക്കും. അപ്പൊ വെറുതെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ c ടൈംസ് an എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. an കുറഞ്ഞു ഇതിലോട്ട് പോകുന്നു, 0 പോകുമ്പോൾ ഇത് അതിനേക്കാൾ ചെറുതായിട്ടല്ലേ പറയുന്നത്. അപ്പൊ ഇതും ഏതിലോട്ട് പോകണം? 0 പോകണം, അല്ലെങ്കിൽ xn എങ്ങോട്ട് പോകണം? x പോകണം. അപ്പൊ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എന്റെ തീരം പറയാം. പക്ഷെ ഇവിടെ പ്രൂഫിലോട്ട് പോയാൽ we have an converges to 0. അപ്പൊ ആ കണ്ടീഷൻ ആദ്യം ഞാൻ എടുക്കുകയാണ്. Then for epsilon greater than 0, ഏത് എപ്സിലോൺ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും there exists k belongs to n. അത് എപ്സിലോണിനെ ഡിപെൻഡ് ചെയ്യും such that modulus of an minus limit to 0 is less than epsilon for all n greater than or equal to k. That is
an minus 0 എന്ന് പറഞ്ഞാൽ an ആയി, an പോസിറ്റീവ് ആകും, മോഡുലസ് ഇത് an is less than epsilon for all n greater than or equal to k. അപ്പൊ ഇതൊരു കണ്ടീഷൻ. ഇനി രണ്ടാമതൊരു കണ്ടീഷൻ ഇതാണ്, ഓൾസോ modulus of xn minus x is less than or equal to c times an for all n greater than or equal to m. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫോർ ഓൾ n greater than or equal to k ആണ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫോർ ഓൾ n greater than or equal to m ആണ്. ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഫോർ ദ മാക്സിമം ഓഫ് n, m, k എടുത്തു കഴിഞ്ഞാൽ ഫോർ ഓൾ n greater than or equal to maximum of m, k എടുത്ത ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ആദ്യത്തെ കോൺസ്റ്റന്റ് k1 എന്ന് വിളിക്കുകയാണ്. This is k1. So let k is equal to maximum of k1, m എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ for all n greater than or equal to k ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. Modulus of xn minus x is less than or equal to c times an and an is less than or equal to epsilon അല്ലേ. So that is less than c times ഇത് epsilon എന്ന് വരും. അപ്പൊ ഞാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ ചെയ്യാണ്. എപ്സിലോൺ പോസിറ്റീവ് എന്ന് എടുത്തു, അങ്ങനെ വരുമ്പോൾ എപ്സിലോൺ ബൈ സിയും എന്ത് തന്നെയാണ്, പോസിറ്റീവ് ആയിരിക്കും, കാരണം സിയും പോസിറ്റീവ് ആണ്. അപ്പൊ ആ എപ്സിലോൺ ബൈ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നാച്ചുറൽ നമ്പർ k1 കിട്ടും വിത്ത് മോഡുലസ് ഓഫ് an minus 0 is less than epsilon by c. അപ്പൊ ഞാൻ എപ്സിലോൺ ബൈ സി എന്നാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ എപ്സിലോൺ ബൈ സി ആയി, കട്ട് ചെയ്ത് പോയിട്ട് ലെസ് ദാൻ എപ്സിലോൺ ആയി. ഇത് എപ്പോഴാണ് ശരിയാവുക, ഫോർ ഓൾ n greater than or equal to k, കാരണം നമ്മൾ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. സോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ k കിട്ടി. k is the maximum of k1, m. എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, മോഡുലസ് ഓഫ് xn minus x is less than epsilon for all n greater than or equal to k. Therefore xn converges to x. xn ഉം yn ഉം രണ്ട് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. xn x ലോട്ട് കൺവേർട്ട് ചെയ്തു, yn y ലോട്ട് കൺവേർട്ട് ചെയ്തു കഴിഞ്ഞാൽ xn പ്ലസ് yn എന്ന് പറയുന്ന സം ഓഫ് ടേംസ് വരുന്ന സീക്വൻസ്, കറസ്പോണ്ടിങ് ടേംസ് ആഡ് ചെയ്ത് കിട്ടുന്ന സീക്വൻസ് ഏതിലോട്ട് കൺവേർട്ട് ചെയ്യും, x പ്ലസ് y ലോട്ട് കൺവേർട്ട് ചെയ്യും. പ്രൂഫ് വളരെ എളുപ്പം. ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് വേണ്ടത് മോഡുലസ് ഓഫ് xn പ്ലസ് yn മൈനസ് x പ്ലസ് y ആവും. That is modulus of xn minus x plus yn minus y എന്ന് എഴുതാം. That is less than or equal to modulus of xn minus x plus yn minus y എന്ന് എഴുതാം. xn converges to x ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ലെസ് ദാൻ എപ്സിലോണിലോട്ട് കൊണ്ടുവരാം, ഇതിനെ ലെസ് ദാൻ എപ്സിലോണിലോട്ട് കൊണ്ടുവരാം. ടോട്ടൽ ലെസ് ദാൻ എപ്സിലോണിലോട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് ഇതിനെ എപ്സിലോൺ ബൈ 2 കുറവാക്കി കൊണ്ടുവരാം ടേംസ്, ആ ഡിഫറൻസ്. സോ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, since xn converges to x, there exists k1 belongs to n such that modulus of xn minus x is less than epsilon by 2 എന്ന് ഞാൻ എടുക്കുന്നു. അതവിടെ for all n greater than or equal to k1. Also yn converges to y. Therefore there exists k2 belongs to n such that modulus of yn minus y is less than epsilon by 2 for all n greater than or equal to k2. അപ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് കൊണ്ടുവരാം. പക്ഷേ ഇത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആവുന്നത് ഫോർ ഓൾ n greater than or equal to k1 ആണ്. ഇത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആവുന്നത് ഫോർ ഓൾ n greater than or equal to k2 ആണ്. ഇത് രണ്ടും കൂടി ശരിയാവുന്നത്, രണ്ടും നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഫോർ ഓൾ n greater than or equal to the maximum of k1, k2 എന്നാവണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലെറ്റ് k is equal to maximum of ഏതെടുക്കുക, k1, k2. Then ഇത്രയും പോകുന്നു. This is true for all n greater than or equal to ഏത് വരും, k. ഇപ്പൊ നമുക്ക് കിട്ടി ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 മോഡുലസ് ഓഫ് xn plus yn minus x plus y less than epsilon for all n greater than or equal to k. Therefore xn plus yn converges to x plus y. 6. If xn converges to x, yn converges to y, then
xn മൈനസ് y ആണ്. അപ്പൊ ഡിഫറൻസുകൾ കൺവേർജസ് ടു ലിമിറ്റുകളുടെ ഡിഫറൻസ്. നമുക്ക് ലിമിറ്റ് ഓഫ് xn മൈനസ് y ലിമിറ്റ് ഓഫ് xn മൈനസ് ലിമിറ്റ് ഓഫ് y എന്ന് എഴുതാം. അപ്പൊ ഇതേപോലെ തന്നെ ചെയ്യാം. ഫോർ എപ്സിലോൺ എഴുതാൻ 0 xn കൺവേർജസ് ടു x ആയതുകൊണ്ട് ഒരു k1 ഉണ്ട്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ. yn കൺവേർജസ് ടു y ആയതുകൊണ്ട് ഒരു k2 ഉണ്ട്, ഫോർ ഓൾ n ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു k2, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ. അപ്പൊ ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫോർ ഓൾ n ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് k1, k2 ആയിരിക്കും. അതിനെ ഞാൻ k എന്ന് എടുത്തു. ഇനി എനിക്ക് വേണ്ടത് മോഡുലസ് ഓഫ് xn മൈനസ് yn മൈനസ് x മൈനസ് y ആണ്. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ xn മൈനസ് x മൈനസ് yn മൈനസ് y എന്ന് വരും. സോ xn മൈനസ് x മൈനസ് ഓഫ് yn മൈനസ് y എന്ന് വരും. ആൻഡ് പ്രോപ്പർട്ടി ഇട്ട് മോഡുലസ് ഓഫ് a മൈനസ് b ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് a പ്ലസ് മോഡ് b ആണ്. അപ്പൊ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ വന്നു, ഇത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2, ഇത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2, സോ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അതിന്റെ അർത്ഥം xn മൈനസ് yn കൺവേർജസ് ടു x മൈനസ് y. ഓക്കെ, അടുത്തത് xn x ലോട്ട് കൺവേർജ് ചെയ്യുന്നു, yn y ലോട്ട് കൺവേർജ് ചെയ്യുന്നു. അങ്ങനെയാണ് xn yn കൺവേർജസ് ടു xy. അപ്പൊ ഇവിടെ again for epsilon greater than 0 കണ്ടീഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടി വരിക xn yn മൈനസ് xy, അത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കൊണ്ടുവരായിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് xn yn മൈനസ് ഞാനൊരു xn y ആഡ് ചെയ്യുന്നു, xn y മൈനസ് ചെയ്യുന്നു, മൈനസ് xy. അപ്പോ ഇത് രണ്ടിലും xn കോമൺ ആണ്, ബാക്കി yn മൈനസ് y വരും. ഇവിടെ രണ്ടെണ്ണത്തിനും y കോമൺ ആണ്, ബാക്കി xn മൈനസ് x വരും. മോഡുലസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് മോഡുലസ് ഓഫ് a പ്ലസ് b ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് a പ്ലസ് മോഡ് b ആണ്. ആൻഡ് മോഡ് ab ഈസ് ഈക്വൽ ടു മോഡ് a ഇൻടു മോഡ് b ആണ്. അപ്പൊ അതൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ this is less than or equal to mod xn into mod yn minus y plus ഇവിടെ ആണെങ്കിൽ y അല്ലേ നമ്മൾ പുറത്തെടുക്കുന്നത്, സോ mod y into mod xn minus x. അപ്പൊ നമുക്ക് ഇതിനെ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കൊണ്ടുവരണം. അപ്പൊ മോഡുലസ് ഓഫ് yn minus y ലെസ് ദാൻ എപ്സിലോൺ ബൈ മോഡ് xn അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇത്തിരി കാര്യങ്ങൾ ചെയ്യാണ്. we have xn converges to x, therefore xn sequence xn is bounded. Convergent ആണെങ്കിൽ bounded എന്നുള്ളതാണ് പറഞ്ഞത്. So there exists a real number m greater than 0 such that modulus of xn is less than m for all n to m. എല്ലാ ടേംസും ഈ എമ്മിനേക്കാൾ ചെറുതോ ഈക്വലോ ആയിട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു എം ഉണ്ട്. കാരണം അങ്ങനെ വരുമ്പോൾ നമുക്ക് മോഡ് xn ഇവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് എം കൊണ്ടുവരും. ഇതാണ് ബൗണ്ടഡ്നെസിന്റെ കണ്ടീഷൻ. പക്ഷെ ഞാൻ ഒന്നും കൂടെ ഇതാക്കാണ്. സോ there exists a real number. ഞാൻ ഈ എം എന്നുള്ള മാറ്റിയിട്ട് m1 എന്ന് വിളിക്കുകയാണ്. അപ്പൊ എല്ലാ ടേംസും ഈ m1നേക്കാൾ ചെറുതോ ഈക്വലോ ആയിട്ട് വരും. അപ്പൊ അങ്ങനെയാകുമ്പോൾ എനിക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് m1 എഴുതാം. പക്ഷെ ഇവിടെ ഒരു മോഡ് വൈയും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ലെറ്റ് m is equal to maximum of m1, മോഡ് y എന്ന് എടുക്കുക. അപ്പൊ ഈ പറഞ്ഞ m1 അല്ലെങ്കിൽ മോഡ് y അതിൽ മാക്സിമത്തിനെ കൊണ്ടുപോയിട്ട് ഞാൻ ക്യാപിറ്റൽ M എന്ന് വിളിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതേ ഇനീക്വാലിറ്റി ഇവിടെ മാറിയിട്ട് മോഡ് ഓഫ് xn പകരം അതിനേക്കാൾ വലുതായിട്ടുള്ള m ഞാൻ മോഡ് ഓഫ് xnകളേക്കാൾ ഒക്കെ വലിയ നമ്പറാണ് m1. ആ m1നേക്കാൾ വലിയ നമ്പറാണ് ആര് m. ശരി, മോഡ് yn മൈനസ് y പ്ലസ് അതേപോലെ തന്നെ മോഡ് y-നേക്കാൾ വലിയ നമ്പറാണ് m. ആ വലിയ നമ്പർ വെച്ച് ഞാൻ റീപ്ലേസ് ചെയ്യുന്നു. സോ m ഇൻറ്റു മോഡ് xn മൈനസ് x. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ദിസ് ഇസ് ലെസ് ദാൻ m ഇൻറ്റു ഇതിനെ ഞാൻ ചെറുതാക്കിയിട്ട് എപ്സിലോൺ ബൈ എമ്മിലോട്ട് കൊണ്ടുവരും. എപ്സിലോൺ ബൈ 2m
ഇത് m ഇൻറ്റു ഇതിനെ ഞാൻ ചെറുതാക്കിയിട്ട് epsilon/2, കാരണം ഇത് xn കൺവേർജസ് ടു x, yn കൺവേർജസ് ടു y എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവരാമെന്നുള്ള മീനിങ് കൂടിയുണ്ട്. അപ്പോൾ രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് epsilon/2 പ്ലസ് epsilon/2 ദാറ്റ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതും. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ മുകളിൽ ആഡ് ചെയ്യണം. വി ഹാവ് xn converges to x, so there exists k1 belongs to n such that modulus of xn minus x is less than, എനിക്കിവിടെ epsilon/2m എത്തണം. So epsilon/2m ഏത് എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് നാച്ചുറൽ നമ്പർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന epsilon/2m കറസ്പോണ്ടിങ് ആയിട്ട് for all n greater than or equal to k1. ഇതേപോലെ yn converges to y, so there exists k2 belongs to n such that modulus of yn minus y is less than epsilon/2m k2. ഇനി നോക്കുക, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈങ് ഫോർ ഓൾ n greater than or equal to k1, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈങ് ഫോർ ഓൾ n greater than or equal to k2. അപ്പോൾ ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഫോർ ഓൾ n greater than or equal to maximum of k1 k2. So let k is equal to maximum of k1 k2. For all n greater than or equal to k, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ, എന്നിട്ടേ ഈ താഴത്തെ എഴുതുന്നുള്ളൂ. So this is less than m into ഇത് epsilon/2m plus m into ഇത് epsilon/2m cut ചെയ്തു പോയി epsilon/2 epsilon, and this is true for all n greater than or equal to k. ഇപ്പൊ നമുക്ക് കിട്ടി for epsilon greater than 0 mod xn yn minus xy is less than epsilon for all n greater than or equal to k. Therefore xn yn converges to xy. അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളിവിടെ ഒരു xn y ആഡ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് x y n ആഡ് ചെയ്യാം. ഇപ്പൊ ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ xn y ആഡ് ചെയ്തു, മൈനസ് ചെയ്തു, ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. പിന്നെ രണ്ടാമത്തത്, ഇവിടെ ഇതിനെ മാറ്റി m എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഈ രണ്ടെണ്ണത്തിനും മാറ്റി ഞാൻ m എന്ന് എഴുതാൻ വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. xnകൾ ബൗണ്ടഡ് ആണെന്നുള്ള കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. xn കൺവേർജന്റ് ആയതുകൊണ്ട് ബൗണ്ടഡ്. അപ്പോൾ മോഡുലസ് ഓഫ് xn is less than or equal to m1. എന്നിട്ട് ആ m1ന്റെയും y-ന്റെയും മാക്സിമം ആയിട്ട് ക്യാപിറ്റൽ M എന്ന് എടുത്താൽ ഇതിന് രണ്ടിനെയും മാറ്റി എനിക്ക് m എന്ന് എഴുതാം. സോ m എടുക്കും. ഇനി ഇത് epsilon/2m-ലേക്ക് ഇത് epsilon/2m-നേക്കാൾ ചെറുതാക്കുന്നു, റീപ്ലേസ് ചെയ്യാം. സോ epsilon/2m-നേക്കാൾ ചെറുതാക്കാൻ xn converges to x എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യാം, yn converges to y എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അത് if zn converges to z, then 1/zn converges to 1/, ഇതൊക്കെ സീക്വൻസുകളാണ്, സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. സപ്പോസ് xn converges to x and yn converges to y, then ഈ y-ന്റെ മുകളിൽ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/yn converges to 1/y എന്ന് വന്നു. ഇനി തൊട്ട് മുന്നേ ചെയ്ത നമ്മൾ പ്രൊഡക്റ്റിന്റെ തിയറം കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ xn into 1/yn converges to x into 1/y, അല്ലെങ്കിൽ xn/yn converges to x/y എന്നുള്ളതിന്റെ പ്രൂഫും കൂടിയാണ് ഇത്. അപ്പൊ അതിന്റെ പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം എഴുതിയിട്ട് അത് അപ്ലൈ ചെയ്താൽ മതി. പ്രൂഫിലോട്ട് പോയാൽ നമുക്ക് വേണ്ടത് മോഡുലസ് ഓഫ് 1/zn മൈനസ് 1/z. അത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് മോഡുലസ് ഓഫ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് z മൈനസ് zn ഡിവൈഡഡ് ബൈ മോഡ് zn ഇൻറ്റു മോഡ് z എന്ന് വരും. അപ്പൊ ഇങ്ങനെയാ വരുന്നത്. ഇത് ബാക്കിയുള്ള പ്രൂഫ് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടാണ് പോകുന്നത്. We have zn converges to z for every epsilon greater than 0, etc. etc. Then for epsilon is equal to mod z by 2. When you mod z by 2 and epsilon ആയിട്ട് എടുക്കുക, എന്തായാലും mod z 0 അല്ല, z 0 അല്ലാത്തതുകൊണ്ട് mod z by 2 ഞാൻ epsilon by 2 എടുക്കുകയാണ്. Then there exists k1 belongs to n such that modulus of zn minus z is less than mod z by 2 for all n greater than or equal to k1. അപ്പൊ അങ്ങനെ mod z by 2 നേക്കാളും ചെറുതായിട്ട് modulus of zn minus z വരുന്ന ടേംസ് ഉണ്ടാവും. Now
mod z minus mod zn is less than or equal to modulus of z minus zn. So our property modulus of a minus b is greater than or equal to mod a minus mod b യുടെ modulus എന്ന് പറയും. അല്ലെങ്കിൽ നേരെ തിരിച്ച് mod a minus mod b യുടെ modulus is less than or equal to modulus of a minus b എന്ന് വരും. നേരെ തിരിച്ചെഴുതി എന്തിനെങ്കിലും മോഡുലസ് ഇതിനേക്കാൾ ചെറുതാണെങ്കിൽ ആ നമ്പറും അതിനേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ മോഡ് എ മൈനസ് മോഡ് ബി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഓഫ് എ മൈനസ്. അതാ ഇവിടെ അപ്ലൈ ചെയ്തത്. ആൻഡ് ദിസ് ഇസ് ലെസ് ദാൻ മോഡ് z ബൈ 2 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിനെ ഇങ്ങോട്ട് എടുക്കുന്നു, അതിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. സോ മോഡ് zn is greater than mod z മൈനസ് mod z ബൈ 2. അപ്പോൾ എന്ത് വന്ന് അതിന്റെ ഹാഫ് മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഹാഫേ ബാക്കി വരുള്ളൂ. അപ്പൊ ഇത് കൊണ്ടുതന്നെ എത്തിക്കാനുള്ള കാരണം നമുക്കിവിടെ ഡിനോമിനേറ്ററിലാണ് മോഡ് zn. So this implies 1 by mod zn is less than 2 by mod z. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ലെസ് ദാൻ മോഡുലസ് ഓഫ് മോഡ് തന്നെ ഞാൻ മോഡ് zn മൈനസ് zn തന്നെ എഴുതാണ്. മോഡ് zn മൈനസ് z ഇൻറ്റു താഴത്തത് 1 by mod zn 1 by mod zn എന്നുള്ള മാറ്റിയിട്ട് 2 by mod z എന്നാക്കും. അങ്ങനെ വരുമ്പോൾ താഴെ ഓൾറെഡി ഒരു mod z ഉണ്ട്, mod z ന്റെ സ്ക്വയർ ഉണ്ട് ഇൻറ്റു ഒരു 2. ഇങ്ങനെ കൊണ്ട് ചെന്നെത്തിക്കാൻ പറ്റും. പക്ഷെ ദാറ്റ് ഇസ് ട്രൂ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 ആണ്. ഇനി ഇതിനെയാണ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്, ലെസ് ദാൻ എപ്സിലോണിലോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1. ഇനി നോക്കുക, നൗ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 since zn converges to z, there exists ഒരു k2 belongs to n such that modulus of zn minus z is less than mod z square by 2 epsilon for all n greater than or equal to k2. അതെന്തിനാ അങ്ങനെ ഇത് കൊണ്ടുവന്ന? ഇവിടെ നോക്കുക, ഇതിനെ ഞാൻ ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതി കഴിഞ്ഞാൽ കാര്യമില്ല. എപ്സിലോൺ ഇൻറ്റു മോഡ് z സ്ക്വയർ ബൈ 2 എഴുതി കഴിഞ്ഞാൽ ഇതൊക്കെ കട്ട് ചെയ്ത് പോയിട്ട് ലെസ് ദാൻ എപ്സിലോൺ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടുവന്നത്. പക്ഷെ അത് ട്രൂ ആവുന്നത് ഫോർ ഓൾ n greater than or equal to k2 ആണ്. അതിന് മുമ്പേ നമ്മൾ ഈ കണ്ടീഷൻ എഴുതണമെങ്കിൽ ദാറ്റ് ഇസ് ട്രൂ ഫോർ ഓൾ n greater than or equal to k1 ആണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കണമെങ്കിൽ ലെറ്റ് k is equal to maximum of ഏതെടുക്കുക, k1 k2 എടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ കണ്ടീഷൻ വരും ആൻഡ് ഏത് കണ്ടീഷൻ വരും, ഈ കണ്ടീഷൻ വരും. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് 1 by mod zn, ഇതാണ് കണ്ടീഷൻ. 1 by mod zn. So this is less than mod zn minus z into 1 by mod zn is less than 2 by mod z ആണ്. പിന്നെ ഒരു mod z ഇവിടെ ഉണ്ട്. So 2 by mod z square. And that is true for all n greater than or equal to k1. ശരി. And that is less than, ഇനി നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. ഇതിനെ ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു മോഡ് z സ്ക്വയർ ബൈ 2 ഇൻറ്റു 2 by mod z സ്ക്വയർ എന്നെഴുതുന്നു. പക്ഷെ ദാറ്റ് ഇസ് ട്രൂ ഫോർ ഓൾ n greater than or equal to k2. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇതിന് നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ എല്ലാം കട്ട് ചെയ്ത് പോയിട്ട് ആൻഡ് ദാറ്റ് ഇസ് ട്രൂ ഫോർ ഓൾ n greater than or equal to k. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നത് ഫോർ epsilon greater than 0 we got a natural number k such that modulus of 1 by zn minus 1 by z is less than epsilon for all n greater than or equal to k. പക്ഷെ അത് കൊണ്ടുവരുമ്പോൾ ഇത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ആദ്യത്തത് zn is converges to z എന്നെടുത്തിട്ട് for every epsilon greater than 0 നമ്മൾ കണ്ടീഷൻസ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ എപ്സിലോൺ എടുക്കുന്നു for mod z by 2. mod z by 2 ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട് k1.
ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്ന രീതി അതവിടെ വെച്ചു. എന്നിട്ട് ഈ പ്രോപ്പർട്ടി ഒന്ന് അപ്ലൈ ചെയ്തു. ഇത് ശ്രദ്ധിക്കണം. സോ മോഡുലസ് ഓഫ് a മൈനസ് മോഡുലസ് ഓഫ് b ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് a മൈനസ് b ആണ്. അപ്പൊ അത് അപ്ലൈ ചെയ്തു. ആൻഡ് ദാറ്റ് ഇസ് ലെസ് ദാൻ മോഡ് z ബൈ 2 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു k1. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടുകൂടെ ക്ലബ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നു. ഇതിനപ്പുറത്തേക്ക് കൊണ്ട് മറ്റേ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, സോ മോഡ് z ഗ്രേറ്റർ സൈഡിലേക്ക് പോയി. സോ മോഡ് z ഇസ് ഗ്രേറ്റർ ദാൻ മോഡ് z ബൈ 2 എന്ന് വന്നു. അതും ട്രൂ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു k1 ആണ്. സോ 1 ബൈ എടുക്കുന്ന സമയത്ത് നേരെ തിരിച്ച് അതും ട്രൂ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു k1 ആണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏത് വരും? ഡിനോമിനേറ്ററിൽ ഒരു 2 ബൈ z മോഡ് z സ്ക്വയർ വരും. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും എന്തെടുക്കുന്നത്? നമുക്ക് വേണ്ടത് എപ്സിലോൺ ഇസ് ഈക്വൽ ടു മോഡ് z ബൈ 2 അല്ല, ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഈ കണ്ടീഷനിലോട്ടാണ് വേണ്ടത്. Zn converges to z ആയതുകൊണ്ട് there is a natural number k2 എന്നതിനെ പേര് വിളിച്ചു. mod zn minus z less than നമുക്ക് ഇഷ്ടമുള്ളതിനോട് കൊണ്ടുവരാം. ഞാൻ ഏത് എടുത്തിരിക്കുകയാണ്? mod z square by 2 എപ്സിലോണിനോട് കൊണ്ടുവന്നു for all n greater than equal to k2. പക്ഷേ ഇത് രണ്ടും കൂടെ ശരിയാവുന്നത് for all n greater than equal to maximum of k1, k2 ആണ്. എഴുതി പോയി. ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കുക പറഞ്ഞ കാര്യങ്ങള്. പക്ഷേ സോ നമുക്ക് കിട്ടിയത് 1 by zn converges to 1 by z ആണ്. അപ്പോ 1 by yn converges to 1 by y. പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടി കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ xn by yn converges to x by y എന്നുണ്ട്. പ്രൊവൈഡഡ് ഇവിടെ y എന്താവാൻ പറ്റില്ല, 0 ആവാൻ പറ്റില്ല. അടുത്തത് if xn converges to x then mod xn മോഡുലസുകളുടെ സീക്വൻസ്, ഈ സീക്വൻസിന്റെ ടേംസിന്റെ മോഡുലസുകൾ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന പുതിയ സീക്വൻസ് ഇതിലോട്ട് കൺവേർട്ട് ചെയ്യും, മോഡ് എക്സിലോട്ട് കൺവേർട്ട് ചെയ്യും. പ്രൂഫ് ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എക്സെട്രാ എക്സെട്രാ ഒക്കെ നമുക്ക് എഴുതാം. നമുക്ക് വേണ്ടി വരിക മോഡുലസ് ഓഫ് മോഡ് xn മൈനസ് മോഡ് x ആണ്. അത് നമ്മൾ കുറച്ചു മുന്നേ ഇതേ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്തു. മോഡ് a മൈനസ് മോഡ് b ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് a മൈനസ് b. അതിന്റെ മോഡുലസ് ശരിക്കും അതിന്റെ മോഡുലസ് ഉണ്ട്. ഇതായിരുന്നു പ്രോപ്പർട്ടി. അല്ലെ മോഡ് ഓഫ് a മൈനസ് b ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് a മൈനസ് മോഡ് b യുടെ മോഡുലസ് എന്നുള്ളതാണ്. അപ്പൊ അത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് xn മൈനസ് x. അതായത് എയുടെ പ്ലേസിൽ xn, ബിയുടെ പ്ലേസിൽ അത് x. സോ മോഡ് xn മൈനസ് മോഡ് x ഇൻടു മോഡുലസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് a മൈനസ് b ആണ്. അപ്പൊ ഇതാണ് നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വേണ്ടത്. അതിന് മോഡ് ഓഫ് xn മൈനസ് x നോട്ടല്ലേ. അപ്പോൾ കുറച്ചുകൂടി വളരെ എളുപ്പമാണ് ഈ കേസ്. ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 since xn converges to x there exists k belongs to n such that modulus of xn minus x is less than epsilon for all n greater than or equal to k. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് less than epsilon for all n greater than or equal to k. Therefore എന്ത് പറയാം? mod xn converges to mod x. അടുത്ത theorem 3.2 ലെ 10th theorem. If xn is a sequence of positive real number that converges to x. അപ്പോൾ xn converges to x ആണ്. xn converges to x and then root of xn converges to root x. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനാണ്. പക്ഷെ റൂട്ട് എഴുതുന്നതുകൊണ്ട് നോൺ നെഗറ്റീവ് ആണ്. ഇവിടെ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. പോസിറ്റീവ് റിയൽ നമ്പർ ദാറ്റ് കൺവേർജസ് ടു x ആണ്. അങ്ങനെയാണ് റൂട്ട് ഓഫ് xn കൺവേർജസ് ടു x. രണ്ട് കേസുകളായിട്ട് ഇവിടെ എഴുതാണ് പ്രൂഫ്. If x is equal to 0, if xn converges to x and x is 0, then for epsilon greater than 0, since xn converges to 0, there exists k belongs to n such that modulus of xn minus 0 is less than epsilon പോസിറ്റീവ് ആകുമ്പോൾ epsilon സ്ക്വയറും പോസിറ്റീവ് ആണ്. എനിക്ക് കിട്ടേണ്ടത് റൂട്ട് ഓഫ് xn ആണ്. അപ്പോൾ xn ലെസ് ദാൻ epsilon സ്ക്വയർ ആകുമ്പോൾ റൂട്ട് ഓഫ് xn ലെസ് ദാൻ epsilon ആവും. അപ്പോൾ അതിലോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. So such that modulus of xn minus 0 is less than epsilon square for all n greater than or equal to k.
that is xn positive ആണ്. So that is xn less than epsilon square I. So root of xn less than epsilon for all n greater than or equal to k. Therefore, root of xn converges to 0. അതായത് xn converges to 0 ആണെങ്കിൽ x 0 ആവുന്ന കേസ് അടുത്ത് xn converges to 0 ആണെങ്കിൽ root of xn converges to ഏതായിരിക്കും? root x 0 അല്ലേ? 0 ലേക്ക് പോകും. അപ്പൊ ആ കാര്യം ഓക്കെ. എത്രയേ എടുത്തുള്ളൂ? x 0 ആവുന്ന കേസാണ്. x 0 ആണെങ്കിൽ xn converges to x എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്തു. ഫോർ എവരി എപ്സിലോൺ പോസിറ്റീവ് എപ്സിലോൺ സ്ക്വയർ പോസിറ്റീവ് ആണ്. അവിടെ നാച്ചുറൽ നമ്പർ k കിട്ടും. മോഡുലസ് ഓഫ് xn - 0 is less than epsilon square. So xn is less than epsilon square. Root of xn is less than epsilon for all n greater than or equal to k. So root of xn - 0 modulus ഒക്കെ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. modulus of root of xn - 0 is less than epsilon for all n greater than or equal to k. So root of xn converges to 0. ഇത് x 0 ആവുന്ന കേസാണ്. രണ്ടാമത്തെ കേസ് if x is not equal to 0. അവിടെ ഇതേപോലെ പോവാം. പക്ഷെ അവിടെ നമുക്ക് വേണ്ടി വരിക modulus of root of xn minus root x ആണ്. റൂട്ട് ഉള്ളതുകൊണ്ട് ഞാനൊന്ന് കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദിസ് ഈസ് മോഡുലസ് ഓഫ് റൂട്ട് ഓഫ് xn minus root x into root of xn plus root x divided by root of xn plus root x. A plus b a minus b, a square minus b square. So this is equal to modulus of a square minus b square ആകുമ്പോൾ xn minus x divided by root of xn plus root x. And that is less than modulus of xn minus x divided by root x. ഈ റൂട്ട് ഓഫ് xn പോസിറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് ഇത് വലുത്. ഡിനോമിനേറ്റർ ആണ് വലുതെങ്കിൽ ടോട്ടൽ ഫ്രാക്ഷൻ എടുക്കുന്ന സമയത്ത് ആ ഫ്രാക്ഷൻ ചെറുതാവും. അപ്പൊ ഇപ്പുറത്തെ ആവും വലുതാവും. അപ്പൊ അത്രയും ഇവിടെ ചെയ്തിട്ടുള്ള ഡിനോമിനേറ്റർ ഉണ്ടായിരുന്ന റൂട്ട് ഓഫ് xnകൾ എടുത്ത് ഒഴിവാക്കി. അപ്പൊ എനിക്കിത് വേണ്ടത് ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കൊണ്ടുവരിക. അത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കൊണ്ടുവരണമെങ്കിൽ ദിസ് ഇസ് ലെസ് ദാൻ ഇവിടെ ഒരു എപ്സിലോൺ ഇൻറ്റു ഇതിനെ ഇത് xn കൺവേർജസ് ടു x ആണ്. കുറഞ്ഞ് പോവാണ്. അപ്പൊ ഇവിടെ എന്ത് ഞാൻ കൊണ്ടുവരുന്നു? എപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സിനേക്കാൾ ഇതിനെ ചെറുതാക്കി കഴിഞ്ഞാൽ റൂട്ട് എക്സ് കട്ട് ചെയ്തിട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പോകും. അപ്പൊ അതിന് ഞാൻ എഴുതുന്നു if x is not equal to 0 for epsilon greater than 0 since xn converges to x there exists k belongs to n modulus of xn minus x is less than നമുക്ക് എന്താ വേണ്ട റൂട്ട് എക്സ് കട്ട് ചെയ്ത് പോകണമല്ലോ. സോ റൂട്ട് എക്സ് ഇൻറ്റു എപ്സിലോൺ for all n greater than or equal to k. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ റൂട്ട് എക്സ് ഇൻറ്റു എപ്സിലോൺ ബൈ റൂട്ട് എക്സ് ആയി. റൂട്ട് എക്സ് കട്ട് ചെയ്തു പോയി. ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n greater than or equal to k. So for epsilon greater than 0 there is a natural number k such that ഈ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n greater than or equal to k. Therefore root of xn converges to root x. അപ്പൊ x 0 ആവുന്ന കേസിൽ റൂട്ട് ഓഫ് xn കൺവേർജസ് ടു റൂട്ട് x ആണ്. x 0 ഇവിടെ x 0 ആവുന്ന സമയത്ത് റൂട്ട് x എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അല്ലാത്ത കേസിൽ റൂട്ട് ഓഫ് xn കൺവേർജസ് ടു റൂട്ട് x ആണ്. സോ ഹെൻസ് റൂട്ട് xn കൺവേർജസ് ടു റൂട്ട് x. അപ്പൊ ഇവിടെ എന്തിനാ ഈ രണ്ട് കേസായിട്ട് കൺസിഡർ ചെയ്ത് ചെയ്യാനുള്ള കാരണം ഇവിടെ ഡിനോമിനേറ്ററിൽ റൂട്ട് x വരുന്നത്. അപ്പൊ x 0 ആവുന്ന സമയത്ത് അത് പറ്റില്ല. അപ്പൊ 0 അല്ലാത്ത കേസിൽ മാത്രമേ ഈ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 0 ഉള്ള കേസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തത്. ഇപ്പൊ കുറെ തിയറംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ആദ്യം ലിമിറ്റ് യൂണിക്, പിന്നെ xnകൾ പോസിറ്റീവ് ആണെങ്കിൽ ലിമിറ്റ് ഓഫ് xn അതായത് അതും എന്ത് തന്നെ ആയിരിക്കും? പോസിറ്റീവ്, നോൺ നെഗറ്റീവ്. അത് ചെയ്തു. പിന്നെ xn മൈനസ് xന്റെ മോഡുലസ് ലെസ് ദാൻ c ടൈംസ് an ആണ്. an ടെൻഡ്സ് ടു 0 ആണെങ്കിൽ xn കൺവേർജസ് ടു x ആണ്. ആ കേസ് ചെയ്തു. xn converges to x and yn converges to y ആണെങ്കിൽ xn plus yn converges to x plus y. xn minus yn converges to x minus y. x
xn into yn converges to xy, xn by yn converges to x by y. പക്ഷെ അവിടെ കണ്ടീഷൻസ് ഉണ്ട്. ഡിനോമിനേറ്റർ വരുന്ന ടേംസ് ഏതാവാൻ പറ്റില്ല, 0 ആവാൻ പറ്റില്ല. Then xn converges to x ആണെങ്കിൽ mod xn converges to mod x and root xn converges to root x. അതിനേക്കാളും ഓക്കെ കൺവേർജന്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആണ്. So convergent implies bounded and uniqueness. അപ്പോൾ ഇത്രയും തിയറംസ് ആണ് ഡിസ്കസ് ചെയ്തു. ഇതോടെ തീരുന്നില്ല. തിയറംസ് ഓൺ ലിമിറ്റ്സ് ഓഫ് സീക്വൻസസ് നമ്മൾ അടുത്ത വീഡിയോയിലും കണ്ടിന്യൂ.